അപ്പോൾ നേരത്തെ നമ്മൾ എങ്ങനെയാണ് ഒരു വെർച്വൽ മെഷീനകത്ത് വിൻഡോസ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യാം, അതുപോലെ തന്നെ എങ്ങനെയാണ് ഒരു വെർച്വൽ മെഷീൻ നമ്മുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യാം, അത് എവിടെ നിന്നാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇനി നമുക്ക് ഹാക്കിങ്ങിനായിട്ട് ഉപയോഗിക്കുന്ന 2 OSകളുണ്ട്, അത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. OS വരുന്നത് കാലി ലിനക്സ് ആണ്. സോ കാലി ലിനക്സ് നമുക്ക് ജസ്റ്റ് ഗൂഗിളിനകത്ത് പോയി കാലി ഡൗൺലോഡ്സ് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യാം. അത് ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്കിവിടെ ലിസ്റ്റ് കാണാം. ഈ ലിസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഈ ലിസ്റ്റിൽ ഈ ഫസ്റ്റത്തെ ലിസ്റ്റ് നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഫസ്റ്റിലെ ലിസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ പേജ് ഓപ്പണായി വരും. kali.org എന്ന് പറയുന്ന വെബ്സൈറ്റ് നമുക്ക് ഓപ്പണായി വരും. അപ്പോൾ ഇതിൽ നിരവധി ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് ലൈവ് പെൻ ഡ്രൈവ് ബൂട്ടബിൾ ആക്കി എടുക്കാം, അതുപോലെ തന്നെ ഇമേജ് വെർച്വൽ മെഷീൻ. അപ്പോൾ ഇതിനകത്ത് അതായത് ഇൻസ്റ്റാളർ ഇമേജ് ഉണ്ട്, അതുപോലെ തന്നെ വെർച്വൽ മെഷീൻ ഉണ്ട്. നമുക്ക് ജസ്റ്റ് വെർച്വൽ മെഷീനിൽ ക്ലിക്ക് ചെയ്താൽ ഇതിൻ്റെ ഒരു താഴത്തുള്ള സെക്ഷനിലോട്ട് വരും. ഇപ്പോൾ നിരവധി വെർച്വൽ മെഷീൻസ് അവൈലബിൾ ആണെന്ന് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. സോ ഇവിടെ നമുക്ക് VMware, അതുപോലെ തന്നെ വെർച്വൽ ബോക്സ്, Hyper-V, UEMU എന്ന് പറയുന്ന നിരവധി വെർച്വൽ മെഷീൻക്ക് അവൈലബിൾ ആയിട്ടുള്ള കാലി ലിനക്സ് കാണാം. സോ നമുക്ക് ആവശ്യം നമ്മൾ ഉപയോഗിക്കുന്ന വെർച്വൽ ബോക്സ് ആണ്, അതും 64 ബിറ്റാണ്. സോ ഇവിടെ നിന്നും നമുക്കിത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അതായത് ടൊറൻ്റ് ഉണ്ടെങ്കിൽ ടൊറൻ്റ് വഴി ഡൗൺലോഡ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് തന്നെ ഇത് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഇതിവിടെ ഡൗൺലോഡ് ആകും. അപ്പോൾ ഇവിടെ ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്, 7 ഹവേഴ്സ് കാണിക്കുന്നുണ്ട്. ടൊറൻറ്റിൽ നിന്നാണെങ്കിൽ നമുക്ക് അതിലും കൂടുതൽ എളുപ്പത്തിൽ നമുക്ക് അത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. സോ ഈ കാലി ലിനക്സ് ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഞാനിത് ക്യാൻസൽ ചെയ്യാം. ഇവിടെ ഞാൻ കാലി ലിനക്സ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് കാലി ലിനക്സ് എന്ന് കാണാം. കാലി ലിനക്സ് ഈ സെയിം വേർഷൻ തന്നെയായിരിക്കും നമുക്ക് അവിടുന്ന് ഡൗൺലോഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. സോ രണ്ടാമത്തെ OS വരുന്നത് നമുക്ക് മെറ്റ എക്സ്പ്ലോയിറ്റേഷൻ വരുന്ന OS ആണ്. അതായത് ഇതാണ് നമുക്ക് വരുന്നത്. മെറ്റാസ്പ്ലോയിറ്റബിൾ ലിനക്സ് എന്ന് പറയുന്ന ഈ ഒരു OS ആണ് വരുന്നത്. നമുക്കത് ജസ്റ്റ് ഈ ഒരു മെറ്റ എക്സ്പ്ലോയിറ്റബിൾ എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ Sound4G എന്ന വെബ്സൈറ്റിൽ നിന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. സോ ഈ ഒരു ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതുപോലെ തന്നെ കാലി ലിനക്സിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് മെറ്റ എക്സ്പ്ലോയിറ്റേഷൻ എന്ന് ഇവിടെ ടൈപ്പ് ചെയ്താൽ ഇവിടെ വരും ഓട്ടോമാറ്റിക്കായിട്ട്. അതായത് മെറ്റ എക്സ്പ്ലോയിറ്റബിൾ ലിനക്സ് 2.0.0. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഫസ്റ്റ് കിട്ടുന്ന ലിങ്ക് തന്നെയാണ്. അപ്പോൾ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇവിടെ നിന്നും 5 സെക്കൻഡ് ജസ്റ്റ് റൺ ആവുന്നത് കാണാം. ഈ 5 സെക്കൻഡ് ആയിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ മെറ്റ എക്സ്പ്ലോയിറ്റബിൾ OS നമ്മുടെ സിസ്റ്റത്തിലോട്ട് ഡൗൺലോഡ് ആവും. ഇതും ഞാൻ നേരത്തെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് എവിടെ നിന്നാണ് ഡൗൺലോഡ് ചെയ്യുന്നത് വിശദീകരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത് ഡെമോൺസ്ട്രേഷൻ ചെയ്തത്. ഈ 2 OSും ഞാനിവിടെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഒന്ന് വരുന്നത് ഇതാണ്, രണ്ടാമത് വരുന്നത് മെറ്റ എക്സ്പ്ലോയിറ്റ് ആണ്, പിന്നെ വരുന്നത് വിൻഡോസ് ആണ്. അപ്പോൾ ഞാനിതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ ജസ്റ്റ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിനകത്തുള്ള വെർച്വൽ മെഷീൻ കാണാൻ സാധിക്കും. VDI എന്ന് പറയുന്ന ഈ ഒരു വെർച്വൽ മെഷീൻ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ നമുക്ക് ആ ഒരു ഓപ്ഷൻ കാണുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഞാൻ ഈ വിൻഡോസ് ഷട്ട് ഡൗൺ ചെയ്യാം. ഇപ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്നും അത് ഇമ്പോർട്ട് ഓപ്ഷൻ ചെയ്തിട്ട് നമുക്കത് ഇമ്പോർട്ട് എക്സ്പോർട്ട് ഓപ്ഷൻ ചെയ്ത് എടുക്കാൻ സാധിക്കും. അല്ലെങ്കിൽ നമുക്ക് ആഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് എടുക്കാൻ സാധിക്കും. ഇവിടെ വെർച്വൽ ബോക്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് കാണാം. ഞാനിപ്പോൾ ഇവിടെ നിന്നും ഓൾറെഡി ഞാനിത് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും, ബോക്സ് എന്ന് പറയുന്നത്. ഇത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്കത് ഓപ്പൺ ആയിട്ട് വരും ആ ഒരു OS. ഞാനിത് ഡെമോൺസ്ട്രേഷൻ ചെയ്ത് കാണിക്കാം. അപ്പോൾ ഫസ്റ്റ് വേണ്ടത് ഈ ഒരു ലിനക്സ് നമ്മൾ ഇവിടെ എക്സ്ട്രാക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഞാനിതിവിടെ എക്സ്ട്രാക്റ്റ് ചെയ്യാം. ഓൾറെഡി ഇതിൽ ഉള്ളത് കൊണ്ട് മേ ബി എറർ വരാൻ ചാൻസ് ഉണ്ട്. ഞാൻ ജസ്റ്റ് ഓക്കെ, ഇത് കോപ്പി ചെയ്തതിന് ശേഷം ഞാൻ ഇതിനകത്തൊരു ഫോൾഡർ ഉണ്ടാക്കാം. ജസ്റ്റ് അതിന് ശേഷം ഞാൻ അതിലോട്ട് അത് കോപ്പി ചെയ്തുകൊണ്ട് ഞാൻ ഇതിവിടെ നിന്ന് എക്സ്ട്രാക്റ്റ് ചെയ്യാം. ഞാൻ ഇവിടെ നിന്ന് ഇത് എക്സ്ട്രാക്റ്റ് ചെയ്തു. എക്സ്ട്രാക്റ്റ് ഹിയർ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എക്സ്ട്രാക്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ WinRAR ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എല്ലാവരുടെയും സിസ്റ്റത്തിൽ WinRAR ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക, ഇല്ലെങ്കിൽ അത് ഗൂഗിളിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് എക്സ്ട്രാക്റ്റ് ചെയ്തതിന് ശേഷം
നമുക്കിവിടെ അത് ഓപ്പണായി വന്നിട്ട് ഇത് വെർച്വൽ ബോക്സ് എന്ന് പറയുന്ന ഈ ഒരു OS നമുക്കിവിടെ കാണാൻ സാധിക്കും. വെർച്വൽ ബോക്സ്. അപ്പോൾ നമുക്കത് കിട്ടിയതിന് ശേഷം ഇവിടെ നിന്ന് ആഡ് ന്യൂ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ന്യൂ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തിട്ട് ഇതിനകത്ത് ഞാൻ കാലി 2 എന്ന് പറയുന്ന എൻ്റർ ചെയ്തു. അതിന് ശേഷം ഇത് എവിടേക്കാണ് നമുക്ക് സേവ് ആവേണ്ടത് എന്നുള്ളത് നമുക്ക് ഇവിടുന്ന് കാണിച്ചു കൊടുക്കാം. സോ അതിനായിട്ട് നമ്മൾ ഇവിടെ ഓൾറെഡി നമ്മൾ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് തന്നെ ജസ്റ്റ് ഈ ഒരു ഫോൾഡറിൽ വന്നാൽ മതി എന്നുള്ള രീതിയിൽ ഞാൻ ഇവിടുന്ന് ഈ ഫോൾഡർ സെലക്ട് ചെയ്തു. അതിന് ശേഷം ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, അതായത് ISO ഇമേജ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതർ എന്ന് പറയുന്ന ഒരു ഓപ്ഷനും ഉണ്ട്. അതായത് ISO നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ISO ഫയലാണെങ്കിൽ നമുക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. ഞാൻ ഇവിടെ നിന്നും ഇത് നമുക്ക് സ്കിപ്പ് ചെയ്യാം. ഈ ഒരു ഓപ്ഷൻ നമുക്ക് സ്കിപ്പ് ചെയ്യാം. അതിന് ശേഷം ഞാൻ ഇവിടെ നിന്ന് ലിനക്സ് സെലക്ട് ചെയ്തുകൊണ്ട് ഇപ്പോൾ ഇതിനകത്ത് കാലി ലിനക്സ് നമുക്ക് കാണാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അതർ ലിനക്സ് 64 ബിറ്റ് എന്ന് പറയുന്ന ഈ ഓപ്ഷൻ സെലക്ട് ചെയ്തു. നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തു. അതിന് ശേഷം നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ നേരത്തെ പറഞ്ഞ മെമ്മറി അതുപോലെ തന്നെ പ്രൊസസ്സർ എത്രയാണ് വേണ്ടത് നമുക്ക് ഇവിടുന്ന് ഡിസൈഡ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഒരു ജസ്റ്റ് എക്സാമ്പിൾ പർപ്പസിന് വേണ്ടി ഞാനൊരു 3 GB കൊടുത്തു. അതുപോലെ തന്നെ ഇവിടെ ഞാനൊരു 2 കോർ കൊടുത്തു. അറ്റ് എ ടൈമിൽ നമ്മളുടെ സിസ്റ്റം സ്പെസിഫിക്കേഷൻ അനുസരിച്ച് നമുക്ക് അറ്റ് എ ടൈമിൽ ചിലപ്പോൾ 2 അല്ലെങ്കിൽ 3 അല്ലെങ്കിൽ ഒരു OS ഒക്കെ നമുക്ക് അതായത് റൺ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ കൊടുക്കുന്നതിനനുസരിച്ചായിരിക്കും നമുക്കത് റൺ ചെയ്യാൻ സാധിക്കുന്നത്. ഞാനിവിടെ ജസ്റ്റ് 3 GB റാമും അതുപോലെ തന്നെ 2 CPU ഞാനിവിടെ അസൈൻ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ ക്രിയേറ്റ് എ വെർച്വൽ ഹാർഡ് ഡിസ്ക് നൗ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. പക്ഷേ നമുക്ക് ഓൾറെഡി നമ്മുടെ കയ്യിൽ നമ്മൾ VMwareൻ്റെ OS ആണ്, അതായത് കാലി ലിനക്സ് VMwareന് സൂട്ടബിൾ ആയിട്ടുള്ളതാണ് അവരുടെ സൈറ്റിൽ നിന്ന് നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ നിന്ന് അത് ബ്രൗസ് ചെയ്യാം. എനിക്ക് ഇവിടെ നിന്ന് ആഡ് എന്നൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കത് ഇവിടെ ബ്രൗസ് ചെയ്ത് നമുക്കത് ഇവിടെ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. ഇതാണ് നമുക്ക് വേണ്ടതെന്നുള്ളത്. VDI എന്നുള്ളൊരു OS ആണ് നമുക്ക് വേണ്ടതെന്ന് കാണിക്കാൻ സാധിക്കും. സോ ഇവിടെ എന്തൊരു എറർ വന്നിട്ടുണ്ട്. അത് ഓൾറെഡി ഇതിൽ എക്സിസ്റ്റ് ആയതുകൊണ്ടാണ് ആ ഒരു എറർ വരുന്നത്. അതുകൊണ്ടാണ് ഇവിടെ നിന്ന് നമ്മളത് സെലക്ട് ചെയ്യാം. ഞാൻ ഓക്കെ, അത് എറർ പോകാനായിട്ട് ഞാൻ ഇവിടെ നിന്ന് ജസ്റ്റ് റീനെയിം കൊടുക്കാം. കാലി 2024 ഇതേ പേര് തന്നെ ഞാൻ മുകളിലും എൻ്റർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി ഞാനത് ബ്രൗസ് ചെയ്യാം. മേ ബി അതുകൊണ്ടായിരിക്കാം ആ ഒരു പ്രോബ്ലം വരുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് അത് ബ്രൗസ് ചെയ്തു. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ബ്രൗസ് ചെയ്ത് കൊടുക്കുമ്പോഴും അത് വേറെ വരുന്നുണ്ട്. അപ്പോൾ ഇത് ഈ രീതിയിൽ മേ ബി എന്തെങ്കിലും കറപ്ഷനോ അങ്ങനെ എന്തെങ്കിലും ആയിട്ടുണ്ടാകും അത് VDIക്ക്. സോ അത് റീപ്ലേസ് ചെയ്യാൻ നമുക്ക് വേറൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതിൽ ഡാമേജ് ആയി, ഇത് VDI ഹാർഡ് ഡിസ്ക് ഡാമേജ് ആയിട്ടുണ്ട് മീൻസ് ഈ VDI എന്നുള്ള ഫയലിൽ എന്തോ ഒരു ഇഷ്യൂ ഉണ്ട്. സോ അപ്പോൾ ഇങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ഇവിടെ നിന്നും നമുക്കത് അതിൻ്റെ വെർച്വൽ ബോക്സ് ഫയൽ നമുക്ക് ഇവിടെ നിന്ന് ഇമ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് വർക്ക് ചെയ്യാം. അപ്പോൾ കാലി വെർച്വൽ ബോക്സ് എന്ന് പറയുന്നത് നമുക്കിവിടെ ആഡായി. അപ്പോൾ അത് ആഡായി കഴിഞ്ഞാൽ അത് ഇവിടെ പുതിയൊരു ടാബായിട്ട് ഇവിടെ വരും. സോ ഇതിലെന്തോ ഒരു ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു. മീൻസ് മേ ബി നമ്മൾ ഡൗൺലോഡ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ എക്സ്ട്രാക്ട് ചെയ്യുമ്പോഴോ എന്തെങ്കിലും ഇഷ്യൂ വന്നിട്ടുണ്ടാകാം. അപ്പോൾ ഞാനിത് ഡിലീറ്റ് ചെയ്യാം. ഞാൻ ഒരിക്കൽ കൂടി ഇതിവിടെ എക്സ്ട്രാക്ട് ചെയ്യാം. അത് എക്സ്ട്രാക്ഷൻ കംപ്ലീറ്റ് ആവാതെ അല്ലെങ്കിൽ ഫെയിൽഡ് ആവുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിലും ഇതുപോലുള്ള ഒരു എറർ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാനിത് ഒരിക്കൽ കൂടി എക്സ്ട്രാക്ട് ചെയ്തുകൊണ്ട് തന്നെ നമുക്കൊന്നും കൂടി ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഇതിവിടെ എക്സ്ട്രാക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നും കൂടി ഇവിടെ ട്രൈ ചെയ്ത് നോക്കാം. ന്യൂ, അതുപോലെ തന്നെ കാലി 2024, സോറി സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. കാലി 2024. പിന്നെ ഫോൾഡർ ഞാൻ ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. സെയിം ഫോൾഡർ തന്നെ നമുക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. സെലക്ട് കൊടുത്തു.
അതിനുശേഷം OS ഒന്നും സെലക്ട് ചെയ്തില്ല. ലിനക്സ് ഞാൻ ഇവിടുന്ന് സെലക്ട് ചെയ്തു. ഇതിൽ ലിനക്സ് ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാം. എങ്കിൽ നമുക്ക് ഇവിടെ നിന്നും അതർ ലിനക്സ് എന്ന് പറയുന്ന സെലക്ട് ചെയ്യാം. അതർ ലിനക്സ് 64 ബിറ്റ് സെലക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെന്ന് വെച്ചാൽ, ഇപ്പോൾ മേ ബി നമ്മൾ 64 32 ബിറ്റിൽ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ 64 ബിറ്റിലുള്ള OS അല്ലേ എന്ന് നമ്മൾ കൺഫേം ചെയ്യണം. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് നെക്സ്റ്റ് കൊടുത്തു. നെക്സ്റ്റ് കൊടുത്തതിന് ശേഷം റാം സെലക്ട് ചെയ്തു, പ്രൊസസ്സർ സെലക്ട് ചെയ്തു. അതിനുശേഷം ഞാൻ ഇവിടെ നിന്ന് ഒരിക്കൽ കൂടി ഞാനത് സെലക്ട് ചെയ്യാം. അതായത് ഇത് പ്രോബ്ലം ഒന്നുമല്ല. ഓൾറെഡി ഈ സിസ്റ്റത്തിനകത്ത്, എൻ്റെ സിസ്റ്റത്തിനകത്ത് ഈ സെയിം UDIDയിലുള്ള ഒരു വെർച്വൽ മെഷീൻ ഓൾറെഡി റൺ ആവുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ഇഷ്യൂ വരുന്നത്. സോ ഇതൊരു പ്രോബ്ലം അല്ല. അപ്പോൾ ഈ രീതിയിലാണ് നമുക്കിത് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുന്നത്. ഇവിടെ നിന്നും ഹാർഡ് ഡിസ്ക് സെലക്ട് ചെയ്ത് കൊടുത്ത് ഓക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. സോ അതിന് ശേഷം നമുക്ക് ആ ഒരു ലിനക്സ് നമുക്ക് ഇവിടെ നിന്നും ഓപ്പൺ ചെയ്തെടുക്കാം. ഈ രീതിയിൽ തന്നെയാണ് നമുക്ക് ഈ മെറ്റ OSഉം നമുക്ക് ചെയ്യാനുള്ളത്. ഇതും എക്സ്ട്രാക്റ്റബിൾ ഫയലാണ്. ഞാനിപ്പോൾ ഇവിടുന്ന് ഈ ടെസ്റ്റ് എന്ന് പറയുന്ന ഫോൾഡർ ഞാൻ ഡിലീറ്റ് ചെയ്ത് നമുക്കിപ്പോൾ ആവശ്യമില്ലത്. അതുപോലെ തന്നെ മെറ്റ എക്സ്പ്ലോയിറ്റബിൾ എന്ന് പറയുന്ന ഈ ഫയലും ഒരു OS ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് അത് ഇത് ചെയ്യാം. അല്ലെങ്കിൽ ഇതുപോലെ നമുക്ക് ഇവിടെ നിന്നും ഇമ്പോർട്ട് ചെയ്തെടുത്തിട്ട് വർക്ക് ചെയ്യാം. അപ്പോൾ ഇതിലെന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് ഗൂഗിളിൽ ചെയ്താലോ അല്ലെങ്കിൽ ChatGPT ഉപയോഗിച്ചാലോ നിരവധി റിസോഴ്സുകൾ നമുക്ക് ലഭ്യമാണ്. ഇവിടെ അതായത് ഇപ്പോൾ നമ്മൾ ചെയ്തതിൽ പ്രോബ്ലം വന്നത് ഈ കാളി ലിനക്സ് ഓൾറെഡി ഇതിൽ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് ആ ഒരു ID ഓൾറെഡി എക്സിസ്റ്റ് ആയി എന്ന് പറഞ്ഞുകൊണ്ടാണ് എറർ വന്നത്. അപ്പോൾ അതൊരു പ്രോബ്ലം അല്ല. അപ്പോൾ ഇൻസ്റ്റാൾ ആവുന്നത് എങ്ങനെയാണ് ഒരു OS ഇൻസ്റ്റാൾ ആക്കുന്നത്, അത് ഏതൊക്കെ രീതിയിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാകും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഞാൻ ജസ്റ്റ് ഇതൊന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ എന്തെങ്കിലും എററുകളോ ബുദ്ധിമുട്ടോ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് സെക്ഷനിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. നമുക്കതിന് റിപ്ലൈ നൽകാം. എന്താണ് ഇഷ്യൂ എന്നുള്ളത് നമുക്ക് നോക്കിയിട്ട് അതിന് കറക്റ്റായിട്ടുള്ള റിപ്ലൈ നൽകാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കത് കറക്റ്റായിട്ടുള്ള രീതിയിൽ അത് ഇൻസ്റ്റാൾ ചെയ്യാനും സാധിക്കും. അപ്പോൾ നമ്മൾ കാളി ലിനക്സ് ഇവിടെ റൺ ആയിട്ടുണ്ട്. ഇവിടെ ജസ്റ്റ് ഒരു 1 സെക്കൻഡ് ഹോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ കാളി ലിനക്സ് ഓപ്പൺ ആയിട്ട് വരും. ഇപ്പോൾ നമ്മുടെ ആ ലിനക്സ് ഓപ്പൺ ആയി വന്നു. ഇവിടെ നമുക്ക് ഫുൾ സ്ക്രീൻ ആക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ സിസ്റ്റം അതായത് ഒരു ലിനക്സ് ആയിട്ട് മാറും. അപ്പോൾ ഇതിൻ്റെ പാസ്വേഡും യൂസർ ഐ ഡിയും വരുന്നത് കാളി, അതുപോലെ തന്നെ സെയിം തന്നെയാണ് പാസ്വേഡും വരുന്നത് കാളി തന്നെയാണ്. ഇവിടെ നിന്ന് നമുക്ക് ലോഗിൻ ചെയ്യാം. അപ്പോൾ ഇത് ലോഗിൻ ചെയ്താൽ നമുക്കിത് ഫുൾ സ്ക്രീൻ ആയിട്ട് വരും. അപ്പോൾ ഇവിടെ നിന്നും അതായത് ലെഫ്റ്റ് സൈഡിൽ ടോപ്പായിട്ട് ഒരു ഡ്രാഗൻ്റെ ഐക്കൺ കാണാം. ഇതാണ് നമ്മുടെ ഹാക്കിംഗ് ചെയ്യുന്ന കംപ്ലീറ്റ് ടൂൾസ്. അത് ഇൻഫർമേഷൻ ഗാദറിങ്, വയലബിലിറ്റി ചെക്കിങ്, അതുപോലെ തന്നെ വെബ് ആപ്ലിക്കേഷൻ അനാലിസിസ്, ഡാറ്റാബേസ് അസസ്മെൻറ്റ്, പാസ്വേഡ് ക്രാക്കിംഗ്, വയർലെസ്, റിവേഴ്സ് എഞ്ചിനീയറിംഗ്, എക്സ്പ്ലോയിറ്റേഷൻ ടൂൾസ്, സ്നിഫിംഗ് ടൂൾസ്, ഇങ്ങനെ നിരവധി ടൂൾസ് ഇതിൽ അവൈലബിൾ ആണ്. സോ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടൂൾസ് മാത്രമായിരിക്കും നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഗിറ്റിൽ നിന്നും നേരത്തെ ചെയ്തു വെച്ചിട്ടുള്ള പൈത്തൺ പ്രോഗ്രാമോ അല്ലെങ്കിൽ ഷെൽ പ്രോഗ്രാമോ ഉപയോഗിച്ച് എങ്ങനെയാണ് നമുക്കൊരു ഫിഷിംഗ്, അതായത് ഒരു ക്ലോൺ സൈറ്റ്, ഫിഷിംഗ് എന്ന് പറയുമ്പോൾ അപ്പോൾ അത് ഫിഷിങ്ങിനെ കുറിച്ച് ഞാൻ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. എന്താണ് ഫിഷിംഗ് എന്നുള്ളത് ഒരു ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം ലാസ്റ്റ് ക്ലാസ്സിൽ നമുക്കതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷനും നടത്താം. അതായത് ഫിഷിംഗ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഫേസ്ബുക്കിൻ്റെ സെയിം ഒരു ക്ലോണ് നമ്മൾ എടുത്തിട്ട് സിമിലർ ഡൊമൈൻ നെയിം, ഇപ്പോൾ നമ്മളെ സിസ്റ്റത്തിലാകുമ്പോൾ മേ ബി സിമിലർ ഡൊമൈൻ നെയിം അതുപോലെ നമുക്ക് ചിലപ്പോൾ ഡെമോൺസ്ട്രേഷൻ സാധിച്ചില്ലെന്ന് വരില്ല. പക്ഷേ പ്രൊഫഷണൽ ആയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാം പോസിബിളാണ്. അപ്പോൾ ഫേസ്ബുക്ക് അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒക്കെ ഒരു ക്ലോണ് നമ്മൾ എടുത്തതിന് ശേഷം മറ്റൊരു വ്യക്തിക്ക് അത് അയച്ചു കൊടുക്കും. അവരത് ലോഗിൻ ചെയ്യുമ്പോൾ നമ്മുടെ സിസ്റ്റത്തിൽ നമുക്ക് എങ്ങനെ പാസ്വേഡ് കണ്ടെത്താം, പാസ്വേഡ് നമുക്ക് കിട്ടും എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ലാസ്റ്റ് സെക്ഷനിലൊരു ഡെമോൺസ്ട്രേഷൻ ചെയ്യാം. സോ ഫിഷിങ്ങിനെ കുറിച്ച് ഞാനൊരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ക്ലാസ് ഞാൻ നെക്സ്റ്റ് സെക്ഷനിൽ പറയാം. അപ്പോൾ ഇതാണ് നമ്മുടെ കാലി ലിനക്സ്. അതായത് ഇതിന് നേരത്തെ, അതായത്
ഒരു 4 വർഷം മുമ്പ് ഇതിൻ്റെ പേര് ബ്ലാക്ക് ട്രാക്ക് എന്നായിരുന്നു. ഇപ്പോൾ ഇതിൻ്റെ പേര് മാറിയത് കാലി ലിനക്സ് ആണ്. ബ്ലാക്ക് ട്രാക്ക് എന്ന് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അല്ല സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്കതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. പിന്നെ ഇവിടെ നിന്നും ഈ ഒരു സ്ക്വയറിലുള്ള ഐക്കണിലുള്ള ഈ ഒരു ആപ്ലിക്കേഷനാണ് നമ്മൾ ടെർമിനലായിട്ട് വരുന്നത്. അപ്പോൾ ടെർമിനൽ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ അധികം എല്ലാ ഹാക്കിങ്ങും ചെയ്യാറുള്ളത്. അതായത് ടെർമിനലിനെ കുറിച്ച് അറിയില്ലെങ്കിൽ ഗൂഗിളിൽ ചെയ്തുകൊണ്ട് ഇതിലുള്ള അതായത് നമ്മളെ വിൻഡോസിനകത്ത് കമാൻഡ് പ്രോംപ്റ്റ് പോലെയുള്ള ഒരു ടൂളാണ് ടെർമിനൽ എന്ന് പറയുന്നത്. സോ ഇതിൽ നിരവധി കമാൻഡുകളുണ്ട്. അപ്പോൾ കമാൻഡുകളൊക്കെ നമ്മൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്തിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സിമ്പിളായിട്ടുള്ള കമാൻഡുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ നിന്നും റെഫർ ചെയ്യാൻ സാധിക്കും. അത് ജസ്റ്റ് ഇവിടെ നമുക്ക് കമാൻഡുകളൊക്കെ ഈ ഹാക്കിംഗ് ബേസിലുള്ള കമാൻഡുകളാണ്. ഇതിൽ ജനറൽ ആയിട്ടുള്ള കുറച്ച് കമാൻഡുകളുണ്ട്. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒരു അസൈൻമെൻ്റ് ആയിട്ട് എടുത്തിട്ട് റെഫർ ഗൂഗിളിൽ അതായത് റിസർച്ച് നടത്തിയിട്ട് നിങ്ങൾക്ക് കണ്ടെത്താവുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കാളി ലിനക്സ്, അതായത് നമ്മൾ ഹാക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന OS എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഹാക്കിംഗ് നടത്താൻ വേണ്ടി നമ്മളൊരു സെർവർ, നേരത്തെ പറഞ്ഞു നമുക്കൊരു സെർവർ വേണമെന്ന്. അപ്പോൾ ആ സെർവറിന് വേണ്ടി നമ്മൾ സെറ്റപ്പ് ചെയ്യുന്ന OS ആണ് മെറ്റ എക്സ്പ്ലോയിറ്റബിൾ എന്ന് പറയുന്നത്. അത് ഞാനിവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് ഇതിനകത്ത് MySQL അതുപോലെ തന്നെ വെബ് സെർവർ, അപ്പാച്ചി സെർവറുകൾ, അതായത് ഇത് നമുക്ക് കാണുമ്പോൾ ഒരു ജസ്റ്റ് കമാൻഡ് ലൈൻ, ഒരു കമാൻഡ് പ്രോംപ്റ്റ് പോലെ ആയിരിക്കും. പക്ഷേ ഇതിനകത്ത് എല്ലാം റണ്ണാവുന്നുണ്ട്. അപ്പോൾ ഇത് റണ്ണാവുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ ടെസ്റ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കും. അപ്പോൾ അതിനുള്ള കോഡുകൾ, അതായത് നമുക്ക് ഇവിടുന്ന് ഇതിൻ്റെ IP അഡ്രസ്സ് നമുക്ക് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ലോക്കൽ മെഷീനിൽ നിന്ന് തന്നെ നമുക്കത് കിട്ടും. ഇപ്പോൾ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ കാണാം ഇതിനകത്ത് MySQL അതുപോലെ തന്നെ അപ്പാച്ചി അങ്ങനെ നിരവധി ടൂൾസുകളും അതുപോലെ തന്നെ സോഫ്റ്റ്വെയറുകളും ഇൻസ്റ്റാൾഡ് ആണ്. പക്ഷേ ഇതൊരു കമാൻഡ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു OS ആണ്. അപ്പോൾ MFF അഡ്മിൻ ഇതാണ് ഇതിൻ്റെ യൂസർ നെയിം വരുന്നത്. അതുപോലെ തന്നെ MSF അഡ്മിൻ ആണ് ഇതിൻ്റെ പാസ്വേഡും വരുന്നത്. സോ അത് ക്ലിക്ക് ചെയ്തപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് എൻ്ററായി. അപ്പോൾ ഇതിനകത്ത് ഇത്രയേ ഉള്ളൂ. ബാക്കി കമാൻഡുകളൊക്കെ നമ്മൾ ഇപ്പോൾ ഞാനിവിടെ ഈഫ് കോൺഫിഗ് എന്ന് അടിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ IP അഡ്രസ്സ് എന്താണോ അത് നമുക്കിവിടെ കിട്ടും. സോ IP അഡ്രസ്സ് ഞാനിവിടെ ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്യാം. ഈ IP അഡ്രസ്സിൽ എന്തൊക്കെ അവൈലബിൾ ആയിട്ടുണ്ടെന്ന് നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. 192.168.56.101. സോ ഈ IP അഡ്രസ്സിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് കുറച്ച് ഡീറ്റെയിൽസുകളാണ്. അതായത് മെറ്റ എക്സ്പ്ലോയിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഡീറ്റെയിൽസ്, പിന്നെ ഇവിടെ അതിൻ്റെ കുറച്ച് വാർണിംഗ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇതിൻ്റെ ഡീഫാൾട്ടായിട്ടുള്ള പാസ്വേഡ് യൂസർ നെയിം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഇത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ കുറച്ച് ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. അതുപോലെ തന്നെ PHP മൈ അഡ്മിൻ്റെ ഒരു MySQL ആക്സസ് ചെയ്യാനുള്ള ഒരു അഡ്മിൻ പാനൽ നമുക്ക് കാണാം. അതുപോലെ തന്നെ മൾട്ടി ലൈൻ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് നമുക്കിവിടെ കാണാം. അതായത് ഇതൊക്കെ നമ്മൾ SQL ഇഞ്ചക്ഷൻ, ക്രോസ് സൈറ്റ് സ്ക്രിപ്റ്റിങ് അതുപോലത്തെ ടെസ്റ്റിംഗ് നടത്താൻ വേണ്ടി നമുക്ക് തന്നിട്ടുള്ള, അതായത് ഈ ഒരു ടൂള്, അതായത് DVWA എന്ന് പറയുന്ന ടൂൾ ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ ക്രോസ് സൈറ്റ് സ്ക്രിപ്റ്റിംഗ് നടത്തുക. അപ്പോൾ ഇതിൻ്റെ പാസ്വേഡും, അതായത് ഡിഫാൾട്ട് പാസ്വേഡ് യൂസർ നെയിമും ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലായിരിക്കും നമ്മൾ ക്രോസ് സൈറ്റ് സ്ക്രിപ്റ്റിങ് അതുപോലെ തന്നെ SQL ഇഞ്ചക്ഷൻ പോലത്തെ ടെസ്റ്റിങ്ങുകളൊക്കെ നടത്തുക. അതിന് വേണ്ടിയുള്ളതാണ് ഇത്. അപ്പോൾ അപ്കമിങ് ക്ലാസ്സുകളിൽ നമുക്കതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതിലെന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോ സെക്ഷനിൽ കമൻറ്റ് ചെയ്താൽ മതി, നമുക്കത് സോൾവ് ചെയ്യാം.